ശിവന്റെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. അവൻ നല്ലൊരു അധ്വാനിയാ. ഇനി അധികം വൈകാതെ നമുക്ക് ആ ചടങ്ങ് നടത്താം. എന്ത് ചടങ്ങ്? ആ, നിങ്ങൾക്കത് മനസ്സിലായില്ല? ഹാ, ഇവിടെ നടന്നതേ ഒരു പെണ്ണ് കാണല. പെണ്ണ് കാണലോ? അതെ, ശിവാനന്ദം വളരെ നല്ലവനാ. ഇവളെ മുമ്പ് എവിടെയോ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ അവൻ എന്റെ അടുത്ത് ആലോചനയും കൊണ്ട് വന്നത്. പിന്നെ ഇവളെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. ആ, അതുകൊണ്ടേ ഞാൻ ഈ കല്യാണം നടത്താൻ അങ്ങ് തീരുമാനിച്ചു. അച്ഛനോളം പ്രായം ഉണ്ടായേക്ക് എന്നെ അയാൾക്ക് കൈപിടിച്ചു കൊടുക്കാൻ തീരുമാനിക്കാനേ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു? ഓ, പ്രായത്തിലൊന്നും വലിയ കാര്യമില്ല. ഇന്നത്തെ കാലത്ത് കയ്യിൽ തുട്ടുണ്ടോ അന്തസ്സായിട്ട് ജീവിക്കാം. പിന്നെ നിനക്കൊരു കുറവും വരാതെ ശിവൻ നിന്നെ നോക്കിക്കൊള്ളു. ജീവിതത്തിൽ ഇന്നുവരെ സന്തോഷം എന്തെന്നറിയാത്തവളാ നീ. ആ നീ ഇനിയൊരു രാജകുമാരിയെ പോലെ ജീവിക്കും. ഒട്ടും ചേരാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്റെ മോള് രാജകുമാരി ആവണ്ട. കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉള്ളൂ. ഇത്തരം ഒരു ബന്ധത്തിന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കില്ല. നിന്റെ എതിർപ്പൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും. അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഓർമ്മ വെച്ച കാലം മുതൽ വെറുപ്പോടെ അല്ലാതെ എന്റെ നേരെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. അതൊക്കെ സഹിച്ചാ ഞാനിവിടെ കഴിയുന്നത്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കല്യാണം നടത്തി എന്നോട് ക്രൂരത കാണിക്കണമെന്ന് അച്ഛനൊന്ന് ആലോചിക്കും. എല്ലാം ആലോചിച്ച് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്റെ മോൾക്ക് നീ നിന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്തി. പഴയ ബന്ധങ്ങളൊക്കെ വീണ്ടും തുടങ്ങാൻ പറ്റിയതുകൊണ്ട് നിന്റെ അമ്മയ്ക്കും ബഹു സന്തോഷം. ഞാൻ മാത്രം വെറും മണ്ടൻ അല്ലേ? പക്ഷേ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാനൊരു മണ്ടനല്ലടി. എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച നിന്റെ കല്യാണം ഞാനും എന്റെ ഇഷ്ടത്തിന് നടത്തും.